നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഞാൻ അങ്ങനെ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. കല്യാണത്തിന് മുമ്പ് ഞാനാകെ ഒരു പൊട്ടും പൗഡറും മാത്രമാട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണ ശേഷം കേട്ടോ ഇങ്ങനത്തെ മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് കാരണം എൻ്റെ കെട്ടിയവനാട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് കേട്ടോ, അവരെ കെട്ടിയവന്മാർക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും മേടിച്ചെടുക്കാൻ അത്ര വലിയ താല്പര്യമില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്നെക്കാളും ഇൻട്രസ്റ്റ് ഏട്ടനാട്ടോ. മേക്കപ്പ് പ്രോഡക്ട്സ് ആയാലും ഡ്രസ്സായാലും ഒക്കെ മേടിച്ചു തരാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ യൂസ് ചെയ്തത് വാസലൈൻ്റെ മോയ്സ്ചറൈസറാട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു അടിപൊളി മോയ്സ്ചറൈസറാട്ടോ വാസലൈൻ്റെ. രണ്ടാമത് ഞാൻ യൂസ് ചെയ്തത് ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ ആട്ടോ. ഏകദേശം 2 വർഷത്തിന് മുകളിലായിട്ടോ ഞാൻ ആ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അടിപൊളി സൺസ്ക്രീനാണ്. വൈറ്റ് കാസ്റ്റ് ഒന്നും ഈ ഒരു സൺസ്ക്രീൻ ഇല്ല കേട്ടോ. മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആട്ടോ. അത് ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചതാണ്. പിന്നെ നമ്മളൊരു ഐലൈനറും കൂടെ എഴുതി, പിന്നെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ ഏകദേശം 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിപ് ലൈനറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചായിട്ട് ഇപ്പം ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഐബ്രോയും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. എൻ്റെ ഐബ്രോയ്ക്ക് ഓൾറെഡി തിക്നെസ് ഉണ്ട്, എന്നാലും ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ലൈറ്റായിട്ട്. പിന്നെ നമ്മളൊരു റിങ്ങും ഇട്ട് വാച്ചും ഇട്ട് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളൊന്നൊരു എയർപോർട്ടിലേക്കാട്ടോ പോകുന്നത്, ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ.